ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. റാഗിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന സ്വാദിഷ്ടമായ ഒരു ബർഫിയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഇത് റാഗിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയതെന്ന് പറയത്തേയില്ല, അത്രയ്ക്ക് സ്വാദിഷ്ടമായ ഒന്നാണ് ഈ ബർഫി. റാഗി എല്ല് തേയ്മാനത്തിനും അസ്ഥികളുടെ ബലത്തിനും വളരെ പ്രയോജനമുള്ള ഒന്നാണ് റാഗി. BP, ഷുഗർ, കൊളസ്ട്രോൾ, അമിതവണ്ണം ഇവ നിയന്ത്രിക്കുന്നതിന് റാഗി അത്യാവശ്യമാണ്. റാഗി ദിവസവും കഴിച്ചാൽ ഷുഗർ, BP, അമിതവണ്ണം നിയന്ത്രിക്കാനായി സാധിക്കും. ഈ റാഗി കൊണ്ടുള്ള ബർഫി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഇതാ നെയ്യ് ചൂടാക്കിയ ശേഷം കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായി മൂപ്പിച്ചെടുക്കാം. കാഷ്യൂനട്ട് മൂത്ത് വരുമ്പോഴേക്കും 2 സ്പൂൺ റാഗിപ്പൊടി, 1/4 ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയും കൂടി ചേർത്ത് നന്നായി വറുത്തെടുക്കാം. റാഗിപ്പൊടി നന്നായി മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ മണം വരും. അപ്പോഴേക്കും ഇത് പാകമായെന്ന് മനസ്സിലാക്കാം. 5 മിനിറ്റ് സമയം വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇവിടെ റാഗിപ്പൊടി നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായി 2 കപ്പ് ശർക്കര പാനിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ച റാഗിപ്പൊടിയും റവയും കുറേശ്ശായി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതാ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. പാത്രത്തിൽ നിന്നും വിട്ടു വരുന്ന പാകം വരെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതാ ഇവിടെ കാണാൻ സാധിക്കും, നന്നായി പാത്രത്തിൽ നിന്ന് വിട്ട് ഒരു ബോൾ പരുവത്തിൽ ഉരുണ്ട് വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ ഇത് പാകമായി വന്നിട്ടുണ്ട്. ഇതിനെ നെയ്യ് തടവി വെച്ച പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ വരുന്നുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ ഇവിടെ നെയ്യ് തടവി വെച്ച പാത്രത്തിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കാം. പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം പാത്രത്തിൻ്റെ ഷേപ്പാക്കി വെച്ച് കൊടുക്കാം. അതിനായി ഒരു സ്പൂണിൽ നെയ്യ് തടവിയ ശേഷം സ്പൂൺ കൊണ്ട് ഇതിനെ നല്ല ഷേപ്പാക്കി കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി തണുക്കാനായി അനുവദിക്കണം. നല്ലതായി തണുത്ത ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊഴിഞ്ഞു വരും. ഇതാ ഇവിടെ ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനെ തണുക്കാനായി അനുവദിക്കാം. ഇത് നന്നായി തണുത്ത് വന്നിട്ടില്ല, അതിനു മുമ്പെയാണ് ഞാൻ കട്ട് ചെയ്തത്. അതാണ് ഈ പൊടിഞ്ഞതായി കാണാൻ സാധിക്കുന്നത്. നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ, എന്നാൽ പെർഫെക്റ്റായ ഷേപ്പോട് കൂടി ലഭിക്കും. ഇതാ അങ്ങനെ വളരെ സ്വാദിഷ്ടമായ റാഗി കൊണ്ടുള്ള ബർഫി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്യുക. വളരെയധികം സ്വാദിഷ്ടമായ സോഫ്റ്റായ ഒന്നാണ്. കുട്ടികൾ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ഒന്നാണ്. 4 മണി പലഹാരമായും സ്നാക്സായും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വെറൈറ്റി വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.